ധന്യ, നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോൾ വളരെ വലിയ ചർച്ച നടക്കും രാഷ്ട്രീയമായി പി വി അൻവർ ദിനം തോറും ഓരോരോ വെളിപ്പെടുത്തി. ഇപ്പോഴത്തെ തെളിവുകളെല്ലാം കൂടെ കൊണ്ടുവന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിരത്തിയാണ്. ഫോണിൽ കാണിച്ച് മാധ്യമങ്ങൾ ക്യാമറ ഇപ്പം പതിക്കുന്നു, വിടുന്നു, അങ്ങനെ പല പല ആരോപണങ്ങൾ വന്നു. അതായത് ആഭ്യന്തര വകുപ്പിനെതിരെയാണ് ശരിക്കും പി വി അൻവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഈ പോലീസിനെതിരെ പറയുക എന്ന് വെച്ചാൽ ആഭ്യന്തര വകുപ്പിനെതിരെയാണ്. അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അൻവർ ഇതിനെതിരെ പറയുമ്പോൾ ശരിക്കും അത് മുഖ്യമന്ത്രിക്ക് നേരെയാണെന്ന് എല്ലാവരും ആവർത്തിച്ച് പറയുന്നു. എൻ്റെ ഒരു സംശയം, മുഖ്യമന്ത്രിക്കെതിരെയാണ് പറയുന്നതെങ്കിൽ മുഖ്യമന്ത്രിക്ക് ജസ്റ്റ് അൻവറിനെ വിളിച്ചിട്ട് ഒരു വാണിംഗ് കൊടുത്താൽ നിർത്തിക്കാവുന്നതല്ലേ ഉള്ളൂ ഇത് യഥാർത്ഥത്തിൽ. സത്യം പറഞ്ഞാൽ പ്രീത ചേച്ചി പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഭരിക്കുന്നത് ഞാനാണ്. ഒരു ഭരണപക്ഷത്തിരിക്കുന്ന MLA കൂടിയാണ് അൻവർ. അപ്പോൾ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് തരൂ, ഞാൻ അത് വ്യക്തമായി അന്വേഷിച്ചിട്ട് തീരുമാനം എടുക്കാം. ഇവർ തമ്മിൽ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. ഞാനത് വേണ്ട നടപടി എടുക്കാം എന്ന് പറയാം. അൻവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് MR അജിത് കുമാറിനെയാണ്. അജിത് കുമാർ ADGP ആണ്. മാത്രമല്ല അജിത് കുമാറിന്റെ RSS ബന്ധത്തെയാണ് അൻവർ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അതൊരു മറയായിട്ടാണ് എനിക്ക് അതാണ് ഞാൻ പറയാൻ വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ MR അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം പിണറായിയുടെ ഏറ്റവും വിശ്വസ്തനാണ് P ശശിയും അൻവറും ADGPയും ഒക്കെ. ഈ അജിത് കുമാറിന് അറിയാത്ത രഹസ്യങ്ങളൊന്നും പിണറായിക്ക് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. കാരണം പല കേസുകളും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിന്റെ കേസ് വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ പേര് വന്ന സമയത്ത് ഒരിക്കൽ ഉയർന്നു കേട്ടു, പിന്നെ അതിലൊരു വിവരവും ഇല്ല. മാത്രമല്ല സേഫ് സോണിൽ സ്വപ്നയെ ബാംഗ്ലൂരിൽ എത്തിച്ചത് ADGP അജിത് കുമാർ ആണെന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ അറിവോടെ ആയിരിക്കണം അത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കുക എന്നുള്ളത്. പക്ഷേ മാനസികമായി പിണറായി എവിടെയോ ADGP ആയി വലിയ തെറ്റിയിട്ടുണ്ടാവും. പുറമേ കാണിച്ചില്ല എങ്കിൽ പോലും മാനസികമായി എവിടെയോ ഒരു അകൽച്ച പിണറായിക്ക് സംഭവിച്ചിട്ടുണ്ടാകാം. നേരിട്ട് പിണറായി അറിയിച്ചു കഴിഞ്ഞാൽ പിണറായിയുടെ രഹസ്യങ്ങൾ അറിയാവുന്ന, പ്രത്യേകിച്ച് DGP പദവി സ്വപ്നം കണ്ട് നടക്കുന്ന ആളാണ് ADGP അജിത് കുമാർ. അതുകൊണ്ട് അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം പിണറായിയോടൊപ്പം നിന്നാൽ മാത്രമേ ആ ഒരു സ്ഥാനത്തേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു നിലയിലേക്ക് പോകുമ്പോൾ മാനസികമായി അജിത് കുമാറുമായി അടുപ്പമില്ലാത്ത പിണറായി അൻവറിനെ വെച്ച ഈ അജിത് കുമാറിനെതിരെ ഇത്തരം കളികൾ കളിക്കുന്നതാണോ, എന്നിട്ട് മൗനി ബാബയായി ഇരിക്കുന്നതാണോ എന്ന് ഒരു സംശയം സാധാരണ എല്ലാവർക്കും അതിനാണ് ഒരു സാധ്യത കൂടുതൽ. കാരണം ഇന്നലത്തെ പിണറായിയുടെ മൈക്കിന് മുന്നിലുള്ള ചിരിയൊക്കെ കണ്ടപ്പോൾ താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അൻവർ വെറും ഒരു കളിപ്പാവ മാത്രമാണ്. കാരണം ഇത്രയും തെളിവുകൾ ശേഖരിക്കാൻ അൻവർ ഇൻവെസ്റ്റിഗേഷൻ പത്രപ്രവർത്തകന്റെ രീതിയിലാണ് അൻവർ ഓരോ കാര്യങ്ങളും അൻവർ തെളിയിക്കുന്നത്. ഇപ്പോൾ സന്ദീപ് ആനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച സമയത്ത് ഓടിയെത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇന്ന് ഉച്ചയ്ക്ക് അൻവർ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറയുന്നു അത് RSS പോലീസുകാരനെ ഒരു RSS ഉദ്യോഗസ്ഥൻ അട്ടിമറിച്ചു എന്നാണ്. അൻവറിന് നന്ദി പറയുന്നു നമ്മുടെ സന്ദീപ് ആനന്ദഗിരി, അൻവറിന് നന്ദി പറയുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ RSSുമായുള്ള അജിത് കുമാറിന്റെ ബന്ധം, അജിത് കുമാർ RSSനെ അത് VD സതീശനാണ് പുറത്തുവിട്ടതെങ്കിലും VD സതീശൻ അതെങ്ങനെ മനസ്സിലായി, എങ്ങനെ കിട്ടി എന്നൊക്കെയുള്ളത് ഒരു ചോദ്യമാണ്. കാരണം അൻവർ ഇക്കാര്യങ്ങളൊക്കെ അൻവർ കൊണ്ടുവന്ന തെളിവുകളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പോലീസിലെ വലിയൊരു എന്താ പറയുക, ഒരു വലിയൊരു മാഫിയ ബന്ധത്തെയാണ് പോലീസിനുള്ളിലെ അൻവർ തുറന്നു കാട്ടുന്നത്. പോലീസിനുള്ളിലെ മാഫിയകൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പോലീസിന് RSS ബന്ധമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പോലീസ് പല കേസുകളും RSSന് വേണ്ടി അട്ടിമറിച്ചു എന്ന് പറയുമ്പോൾ അത് പിണറായി വിജയനിട്ടുള്ള താങ്ങലാണ് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്ത ആളല്ല പിണറായി വിജയൻ. അപ്പോൾ അൻവറിനെ മുൻനിർത്തി പിന്നിൽ നിന്ന് കളിക്കുന്നത് പിണറായി വിജയനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അൻവറിനെ വിട്ട് P ശശിയെയും അജിത് കുമാറിനെയും ഒതുക്കുക. അജിത് കുമാറിനെ താനായിട്ട് ഒതുക്കിയാൽ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള മകളുടെ, അതായത് ശിവശങ്കറുമായി ബന്ധപ്പെട്ട വിഷയം, സ്വപ്നയുമായി ബന്ധപ്പെട്ട വിഷയം, സ്പ്ലിങ്ങർ വിവാദം, എക്സാലോജിക്ക് ക്യാമറ വിവാദം, ക്യാമറയിൽ വെച്ച അഴിമതി, കിഫ്ബി, അങ്ങനെ നിരവധി എന്തൊക്കെയുണ്ടോ ഉള്ള അഴിമതി കഥകളൊക്കെ, ഇതിന്റെ ഒക്കെ പൂർണ്ണ വിവരങ്ങൾ ഇപ്പോ സ്വപ്ന സുരേഷിന് അറിയാവുന്നത് പോലെ ADGPക്ക് അറിയാം. കാരണം അന്ന് സ്വപ്ന സുരേഷിൻ ഇപ്പൊ സരിത്തിനെ പിടിച്ചുകൊണ്ട് പോയി സ്വപ്നയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്
എന്ന് ചോദിച്ചതും സരിത്തിനെ കൊണ്ടുപോയി സ്വപ്നയെ ഭീഷണിപ്പെടുത്തിയതും ഒക്കെ ADGP അജിത് കുമാർ ആണെന്ന് സ്വപ്ന തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ആർക്ക് വേണ്ടിയാണ് ചെയ്തതെന്നും എന്തിനു വേണ്ടിയാണ് ചെയ്തതെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. അറിയാത്തവർക്കായി സ്വപ്ന സുരേഷ് അത് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പൊ ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയന് അജിത് കുമാറിനെയും P ശശിയും ഒഴിവാക്കണം അതെ, എന്നതായിരിക്കും. ഒതുക്കണം, അവരെ ഒഴിവാക്കണം. എന്തെങ്കിലും ഒരു മാനസികമായ അകൽച്ച, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പിണറായിയെ ഏതെങ്കിലും തരത്തിൽ ഇവർ മാനസികമായി സമ്മർദ്ദം ചെലുത്തുകയോ ഭീഷണിയുടെ പറയുകയോ ചെയ്തിട്ടുണ്ടാകാം. സംശയം ഉണ്ടായി കാണും. തീർച്ചയായിട്ടും. അതെ, പിണറായിക്ക് ദോഷമായി താൻ ഇരിക്കുന്ന കൊമ്പ് താൻ തന്നെ വെട്ടി തുടങ്ങുന്നു എന്ന് ചിലപ്പോൾ പിണറായിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള ബന്ധം തനിക്കായിട്ട് ഇത് മുറിച്ചു മാറ്റാൻ കഴിയില്ല. അപ്പോൾ ഇതിനൊരാളെ മുൻനിർത്തിക്കൊണ്ട് ഇത് ചെയ്യാം. കാരണം അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിന് ആരെയും ഭയമില്ല. എവിടെയും എന്തും വെട്ടിത്തുറന്ന് പറയുന്ന ആളാണ്, നിലപാടുകൾ വ്യക്തമാക്കുന്നതാണ്. ഒരു MLA എന്നതിനപ്പുറം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വ്ളോഗ് എഴുതുന്ന ആളെ പോലെയാണ്. അതായത് എന്തും പറഞ്ഞ് പരത്താൻ ഒരു മടിയും ഇല്ലാത്ത, അല്ലെങ്കിൽ എന്തും പറഞ്ഞ് ആ ഒരു തരത്തിലേക്കാണ്. പാർട്ടിന്ന് പുറത്താക്കുമെന്ന് പേടിക്കണ്ട. അപ്പോൾ അൻവറിനെ കൂട്ടുപിടിച്ചാൽ, അല്ലെങ്കിൽ അൻവറിനെ ഇത്തരത്തിൽ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ അത് കൃത്യമായി തന്നെ അൻവർ പറയേണ്ടിടത്ത് പറയും. ഇപ്പോ LDF കൺവീനർ അൻവറിനെ തള്ളി രംഗത്തെത്തി, ശിവൻകുട്ടി അൻവറിനെ തള്ളി രംഗത്തെത്തി, ഗോവിന്ദൻ അൻവറിനെ തള്ളി രംഗത്തെത്തി. യൂത്ത് ലീഗ് ഇപ്പൊ എല്ലാരും പറഞ്ഞായിരുന്നു അൻവറിനെ ലീഗിലേക്ക് ചേക്കേറാനുള്ള ഒരു പ്ലാൻ ആണോ എന്ന്. പക്ഷേ ഇപ്പൊ യൂത്ത് ലീഗ് PK ഫിറോസ് തള്ളി പറഞ്ഞ് രംഗത്തെത്തി. അപ്പോൾ ഇവരെല്ലാം അൻവറിനെ തള്ളി പറയുമ്പോഴും പിണറായി ഒരു അക്ഷരം അൻവറിനെതിരെ മിണ്ടുന്നില്ല എന്നുള്ളതാണ്. ആഭ്യന്തര വകുപ്പിനെതിരെ പറയുന്നുണ്ട്, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിക്കുന്നുണ്ട്, ADGPക്കെതിരെ വലിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്, പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അൻവറിനെ അധിക്ഷേപിച്ച, അല്ലെങ്കിൽ അൻവർ അധിക്ഷേപിച്ച ശശിധരനെ മാറ്റി എന്നുള്ളത് രണ്ടാം വിക്കറ്റ് തെറിച്ചു. അപ്പൊ ഇനി അടുത്ത ആരെയാണ് പിണറായി ലക്ഷ്യം വെക്കുന്നത്? അവർക്കെതിരെ കരുക്കൾ നീക്കുക എന്നുള്ളതാണ് അൻവറിന്റെ ജോലി എന്ന് പറയുന്നത്. അൻവറല്ല, പിണറായിയാണ് വിക്കറ്റ് എടുക്കുന്നത്. എന്തോ വലുത് മറയ്ക്കാനുണ്ട്. അത് മറയ്ക്കാനായി, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയൊരു ബിസിനസ് അടിയിൽ കൂടി നടക്കുന്നുണ്ട്, ഡീലിംഗ് നടക്കുന്നുണ്ട് എവിടെയൊക്കെയോ. ആ ഡീലിങ്സ് മറയ്ക്കാനായി പുതിയ കഥകൾ, കാരണം ശ്രദ്ധ മുഴുവൻ അൻവറിലേക്കും അൻവർ പറയുന്ന കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു കഴിയുമ്പോൾ നടക്കാനുള്ള ഡീലിങ്സും കരാറുകളും കാര്യങ്ങളെല്ലാം നടക്കും. അപ്പൊ ഇനി അത്തരത്തിലാണോ പിണറായി മനസ്സിൽ കണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ അജിത് കുമാറും P ശശിയും തനിക്ക് പറ്റില്ല, തന്നോടൊപ്പം നിൽക്കുന്നത് തന്നെ ചതിക്കാനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ രണ്ടുപേരെയും ഒഴിവാക്കാനായി അൻവറിന് പിണറായി കൊടുത്ത കൊട്ടേഷൻ ആണോ ഇതെന്നും നമുക്കറിയാൻ സാധിക്കുന്നില്ല. എന്തായാലും അൻവർ ആരെ ലക്ഷ്യം വെക്കുന്നില്ല, അത് ഉറപ്പാണ്. ലക്ഷ്യം വെക്കുന്നത് മുഴുവൻ ADGP അജിത് കുമാറിനെ P ശശിയുമാണ് ലക്ഷ്യം വെക്കുന്നത്. പക്ഷെ പിണറായി ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം അൻവറിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നു. പിണറായി എന്തുകൊണ്ട് തള്ളിപ്പറയുന്നില്ല? അതൊരു വലിയ ചോദ്യമാണ്. മുഖ്യമന്ത്രിയാണ് ഇതിന് മറുപടി പറയേണ്ടത്. ആഭ്യന്തര വകുപ്പിനെതിരെയാണ് വലിയ രീതിയിലുള്ള ആരോപണം അൻവർ ഉന്നയിക്കുന്നത്. ഇടയ്ക്ക് കടക്ക് പുറത്തെന്ന് പറഞ്ഞുകൊണ്ട് അൻവർ ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആ കടക്ക് പുറത്തെന്ന് പറയുന്നത് ആരെ വാക്കാണ്? അത് പിണറായിയുടെ വാക്കാണ്. പിണറായി മാധ്യമങ്ങളോട് പറഞ്ഞതാണ് കടക്ക് പുറത്തെന്ന്. അപ്പോൾ പിണറായിയുടെ വാചകങ്ങൾ തന്നെ കടമെടുത്തുകൊണ്ട് പിണറായിയെ കുത്താൻ അൻവർ ഒരിക്കലും നിൽക്കില്ല. പിണറായിയുടെ വാചകങ്ങൾ കടമെടുത്തുകൊണ്ട് പിണറായിക്ക് ആരെയാണോ പുറത്താക്കേണ്ടത് അവർക്കെതിരെ തിരിയാനാണ് അൻവർ ഈ ഒരു ഗൂഢാലോചന നടത്തുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പിണറായിയുടെ മുഖത്ത് കാണുന്ന സന്തോഷവും ഈ ചിരിയും ഈ പൊട്ടിച്ചിരിയും എല്ലാം കാര്യങ്ങൾ താൻ ഉദ്ദേശിച്ച രീതിയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവായിട്ട് തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം രഹസ്യങ്ങൾ ഏറ്റവും അതീവ രഹസ്യമായി വെക്കാൻ കഴിവുള്ള മനുഷ്യനാണ്. കാരണം ബിരിയാണി ചെമ്പൊക്കെ ക്ലിഫ് ഹൗസിന്റെ അകത്തേക്ക് കയറിയെന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം പറഞ്ഞു CCTV പരിശോധിക്കും, CCTV അവിടെ ഇല്ലാന്ന്. അതുപോയിട്ട് ഏതെങ്കിലും ഒരു ഫയല് ചോദിച്ചാൽ അപ്പ സെക്രട്ടറിയേറ്റ് കത്തും. അപ്പോൾ ആ തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ രഹസ്യം സൂക്ഷിക്കാൻ ഏറ്റവും മിടുക്കനായ ഒരാളാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ് ഇതിന്റെ അടിയിൽ നടക്കുന്ന ഗൂഢാലോചന എന്നുള്ളത് എപ്പോഴെങ്കിലും പുറത്തു വരുമായിരിക്കും. അൻവറിന് പുതിയ തെളിവുകൾ അൻവർ ഇനിയും അൻവർ വരും, പുതിയ തെളിവുകളുമായി വരും. അത് പിണറായി രക്ഷിക്കാനാണോ, അതോ ഇനി അൻവറിനെ സ്വയം രക്ഷപ്പെടാനാണോ, അതോ ഇനി മറ്റാരെങ്കിലും രക്ഷപ്പെടുത്താനാണോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.